ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന കറി കേട്ടോ, ഒരു പൊട്ടറ്റോ വെച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയും കഴിയും. നമുക്ക് പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, അപ്പം എന്തിൻ്റെ കൂടെയും പറ്റിയ കറി കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ നമുക്ക് എന്താ കറി ഉണ്ടാക്കണേ, ചപ്പാത്തിക്കൊക്കെ ഈ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതിന് പറ്റിയൊരു കറിയാണ്. അപ്പം ഉരുളക്കിഴങ്ങ് ആദ്യം തന്നെ ഞാൻ മുഴുവനോടെ തന്നെ പുഴുങ്ങി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിലിട്ടിട്ട് ഒരു 2-3 വിസിലടിച്ച് വെച്ചാൽ മതി. പിന്നെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെരിഞ്ജീരകം, ഒരു നുള്ളു പെരിഞ്ജീരകം, നമ്മൾ ഈ കടുകൊക്കെ പൊട്ടിക്കും പോലെ പെരിഞ്ജീരകം കുറച്ച് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് സവാള അരിഞ്ഞതിട്ടിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ച് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ രാവിലെ തന്നെ നല്ല തിരക്കിൽ സിമ്പിളായിട്ട് ചെയ്യണതാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. വേപ്പില ഇട്ടിട്ടുണ്ട്, കുറച്ച് പച്ചമുളകും ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ സവാളയും പച്ചമുളകും വേപ്പില ഇട്ടിട്ട് ഈ പെരിഞ്ജീരകവും പൊട്ടിച്ചിട്ട് അതിലേക്ക് പിന്നെ 1 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് അതിലേക്ക് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഈ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ചൂടായതുകൊണ്ട് ഞാനിപ്പോൾ ഈ ചട്ടകം വെച്ചിട്ട് തന്നെയാണ് ഉടയ്ക്കണത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചിട്ട് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ആവശ്യത്തിന് ഇനിയും വെള്ളം പോരാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് തിളച്ച് വരുമ്പോൾ കറി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ കറി വേണമെങ്കിൽ ഇനി ഒന്നുകൂടി താളിക്കണം എന്നുണ്ടെങ്കിൽ കടുക് വറുത്ത് താളിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ ഇപ്പോൾ അതൊന്നും ചെയ്യണില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. സൂപ്പർ കറിയാണ്. ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കിക്കോ. ചപ്പാത്തിക്ക് ഉണ്ടാക്കിയിട്ട് ഈ കറി കൂട്ടി ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയും കഴിയും. അപ്പോൾ ഞാനിങ്ങനെ തിരക്ക് പിടിച്ച് രാവിലെ മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഈ കറി ഉണ്ടാക്കാറുണ്ട്. ഇടിയപ്പത്തിനും അപ്പത്തിനും എല്ലാത്തിനും പറ്റിയ കറി കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നലെ ഇവർ ഡിന്നറിന് നൂൽ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് ചൂടാക്കി എടുക്കണം. പിന്നെ ബാക്കി പോരാത്തത് കുറച്ച് ഇടിയപ്പം കൂടി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പുറത്ത് ചട്ടി വെച്ചിട്ട് അവിടെ പൊറോട്ട ചൂടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൂൽ പൊറോട്ട ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ അടർന്നടർന്ന് അങ്ങനെ എടുക്കുകയാണ്. പക്ഷേ ഇത് ചൂടാക്കി കഴിയുമ്പോൾ നല്ല സൂപ്പർ കോമ്പിനേഷനായിട്ട് ഈ കറിയുടെ കൂടെ. അങ്ങനെ അതവിടെ ചൂടായി വരുന്ന സമയം കൊണ്ട് കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കറി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാനത് തീ ഓഫ് ചെയ്യും. ഈ കറി ഇരിക്കും തോറും ഇങ്ങനെ നന്നായിട്ട് കുറുകി വരും കേട്ടോ, ഉരുളക്കിഴങ്ങ് പൊടിച്ചിട്ടേക്കണത് കൊണ്ട് തന്നെ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം തീ ഓഫ് ചെയ്ത് ഇടാൻ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ നേരം ആകുമ്പോഴത്തേനും അത് ഒറ്റ കട്ട പോലെ ആയിട്ടുണ്ടാവും. അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് മക്കളൊക്കെ കഴിക്കുന്നുണ്ട്. അതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ. പിന്നെ എനിക്കിന്ന് കുറച്ച് ജോലികൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കൈ ചെല്ലാതെ കിടക്കുന്നുണ്ട് കുറേ ദിവസങ്ങളായിട്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ക്ലീനിങ്ങിന് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടേക്ക് എൻ്റെ കൈ ചെന്നിട്ട് കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഡപ്പികളും ആവശ്യമില്ലാത്ത ഡപ്പികളും ഒക്കെ ഇങ്ങനെ തള്ളി തള്ളി വച്ചേക്കാണ്. അപ്പോൾ ഇന്ന് അവിടെ എന്തായാലും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ചുമന്ന കളറിൽ കാണുന്നത് അത് പൊടിയല്ല കേട്ടോ. അത് ഇവിടെ ആദ്യം നമുക്ക് ഈ അടിയിൽ ഞാൻ കുറേ മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ തട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പം നമ്മുടെ ചുമര് നന്നായിട്ട് തുരന്നിട്ടാണ് ആ ഫെറോ സ്ലാബ് അവിടെ പിടിപ്പിച്ചത്. അപ്പോൾ ഈ ചെങ്കല്ലിൻ്റെ ചുമരായതുകൊണ്ട് അതിങ്ങനെ തുളയ്ക്കുമ്പോൾ നന്നായിട്ട് പൊടി പറന്നിട്ട് ഈ മുകളിലുള്ള തട്ടിലേക്കൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ചുമന്നു പോയതാട്ടോ. അപ്പോൾ അതൊക്കെ ഇനി വൈറ്റ് വാഷൊക്കെ ചെയ്താലാണ് കറക്റ്റായിട്ട് ക്ലീനായിട്ടൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ നമുക്കിതിങ്ങനെ ജസ്റ്റ് തുടയ്ക്കാനേ പറ്റുള്ളൂ. തുടച്ചാലും ആ ചുമപ്പ് കളർ അങ്ങനെ പോകുമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു വൈറ്റ് കളറ് പേപ്പറുണ്ട്, നല്ല മിനുസമുള്ളൊരു പേപ്പറാണത്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് മുറിച്ചിട്ട് ഇവിടെ വിരിച്ചു കൊടുക്കാം. എന്നിട്ട് അവിടേക്ക് ഈ നന്നായിട്ട് ഞാൻ വെള്ളവും പൊടിയൊക്കെ അടിച്ച് കളഞ്ഞിട്ട് നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഈ പേപ്പറും കൂടി വിരിച്ചിട്ട് നമ്മുടെ പാത്രങ്ങൾ ഡപ്പികളൊക്കെ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇങ്ങനത്തെ കുറേ വലിയ ഡബ്ബകളുണ്ട്. എന്നാൽ അതൊക്കെ അവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ച് നോക്കുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് തള്ളിക്കുണ്ട്. ബാക്കി വയ്ക്കുമ്പോൾ പിന്നെ ചെറിയ കുപ്പികൾ വയ്ക്കാൻ എനിക്ക് സ്ഥലമില്ല. അപ്പോൾ നമുക്ക് അടുക്കളയിലാണെങ്കിൽ ഈ ഒരു ഷെൽഫ് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ഡപ്പികൾ കുപ്പികളൊന്നും വയ്ക്കാനുള്ള ഷെൽഫില്ല. അപ്പോൾ ഇതെല്ലാം ഇവിടെ തന്നെ കൊള്ളിക്കുകയും വേണം.
അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചില്ല് പാത്രങ്ങളിലാണ് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചായപ്പൊടി അങ്ങനെ എല്ലാം ഇട്ട് വെച്ചിരിക്കുന്നത്, കടുക്, ഉലുവ അതൊക്കെ. അപ്പോൾ അതൊക്കെ പൊട്ടണ കുപ്പി ആയതുകൊണ്ട് വേറെ സ്ഥലത്ത് എനിക്ക് കൊണ്ടുപോയി വെക്കാനും പറ്റില്ല. അപ്പോൾ അതൊരു സൈഡിൽ തന്നെ ഒതുക്കാം. അപ്പോൾ ആ വലിയ ഡപ്പകളിൽ നിന്ന് 2 ഞാൻ അവിടെ നിന്ന് മാറ്റി മറിച്ചു. അങ്ങനെ പല പല പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അവസാനം ഞാൻ ഒരു എനിക്ക് പറ്റിയെന്ന് തോന്നിയ രീതിയിൽ സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് പിന്നെ ഉച്ചക്കത്തേക്ക് കറി വയ്ക്കാനായിട്ട് കൊഴുവയാട്ടോ കിട്ടിയത്. അപ്പോൾ അത് ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ കൊഴുവയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി. പിന്നെ കുറേ പച്ചക്കറികൾ ഫ്രിഡ്ജിലിരുന്നത് ഫ്രിഡ്ജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ അതും അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഈ പച്ചക്കറി ഞാൻ ഒരു അവിയലാക്കി എടുത്തു. പിന്നെ കൊഴുവ വറുത്തു, മീൻ കറിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം.